സർ, ബി.ജെ.പിയെ നേരിടുന്നതിൽ കോൺഗ്രസ് എന്നും ഒരു പരാജയമായിരുന്നു. ബി.ജെ.പിയുടെ ഒരു റിക്രൂട്ട്മെന്റ് ഏജൻസി ആയിട്ട് മാത്രമാണ് കോൺഗ്രസ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, രാഹുൽ ഗാന്ധി ഏതെല്ലാം തെരഞ്ഞെടുപ്പിന് നേതൃത്വം നൽകിയിട്ടുണ്ടോ അവിടെയെല്ലാം കോൺഗ്രസ് പരാജയപ്പെട്ടിട്ടുള്ള ചരിത്രമാണുള്ളത് ബി.ജെ.പിയുടെ മുന്നിൽ. അത് കുറച്ചെങ്കിലും ബി.ജെ.പിക്ക് മുന്നിൽ വിലങ്ങുതടിയായിട്ട് നിൽക്കുന്നത് സ്റ്റാലിനും മമതയൊക്കെ മാത്രമാണ്. എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധി സ്റ്റാലിനെയും മമതയും പോലെ പെരുമാറാത്തതും അവരുടെ ഒരു ശൈലി സ്വീകരിക്കാത്തതും? അല്ല, ഒന്ന് രണ്ടും മൂന്നും ഡിഫറെന്റ് ആയിട്ടുള്ള പാർട്ടികളാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഇപ്പൊ DMK സ്റ്റാലിനോ അല്ലെങ്കിൽ മമതാ ബാനർജിയുടെ TMC ഒക്കെ എന്ന് പറഞ്ഞാൽ കുറെ കൂടി ഒരു കേഡർ സ്വഭാവമുള്ള വളരെ സ്ട്രോങ് ബേസ് ആയിട്ടുള്ള ഒരു യൂണിറ്റി ഓഫ് കമാൻഡ് മുകളിൽ നിന്ന് കിട്ടിയാൽ അത് താഴെ വരെ നടപ്പിലാകുന്ന ഒരു പാർട്ടിയാണ്. കോൺഗ്രസ് ഒരു കാലത്തും അങ്ങനെ ആയിട്ടില്ല എന്ന് നമുക്ക് പറയാം. ഇപ്പൊ ഇന്ദിരാഗാന്ധിയുടെ ഒക്കെ കാലത്ത് വളരെ സ്ട്രോങ് ആയിരുന്നു. മറ്റു പല കാലങ്ങളിലും അവർ കുറച്ചുകൂടി ഒരു ലിബറൽ ആയിട്ടുള്ള പൊസിഷൻ എടുത്തിട്ടുള്ള ആളുകളാണ്. അപ്പൊ അതിന്റെ ഒരു പ്രശ്നമുണ്ട്. ഒന്ന് രണ്ടാമത്തേന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും കിട്ടാനില്ല, അധികാരമില്ല എന്ന് പറയുന്ന ഒരു സ്റ്റേജിൽ നിന്ന് അത് വളരെ കുറച്ചുകൂടി ലൂസായി പോവുകയും നിരവധി ആളുകൾ മറുകണ്ഠം ചാടുകയും തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് BJP ആണ്. BJP ആണെങ്കിൽ എന്ത് കാര്യം എന്ത് ചെയ്തും ജയിക്കണം, എന്ത് ചെയ്തും ഭരണം പിടിക്കണം എന്നുള്ള അത്തരം ഒരു ഈ പറയുന്ന പോലെ പല്ലിന് പല്ല് കണ്ണിന് കണ്ണെന്ന് പറയുന്ന ഒരു പോളിസിയുള്ള പോളിസിയോടുകൂടി ഇവർക്ക് ഒരിക്കലും മുന്നേറാൻ പറ്റിയിട്ടില്ല എന്നുള്ള വാസ്തവമാണ്. പക്ഷെ നമ്മൾ അറിയേണ്ടത് കഴിഞ്ഞു ഒരുപാട് തെരഞ്ഞെടുപ്പുകൾ പരാജയപ്പെട്ടു. പക്ഷെ അതിനിടയ്ക്ക് ലോക്സഭയിൽ അവർ ചെറിയ നേട്ടം ഉണ്ടാക്കി. പക്ഷെ ലോക്സഭയ്ക്ക് ശേഷം വീണ്ടും പഴയ പോലെ തന്നെ മറ്റ് സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ, ഈവൻ ഹരിയാനയൊക്കെ വളരെ എളുപ്പത്തിൽ ജയിക്കാവുന്ന തെരഞ്ഞെടുപ്പ്, ബീഹാറിൽ, അപ്പൊ ജാർഖണ്ഡിലെ, മഹാരാഷ്ട്രയിലെ ഇതുപോലെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഞാൻ പറയുന്നത് അവർക്ക് വലിയ പാളിച്ചകൾ പറ്റി. ആ വരാനിരിക്കുന്ന സ്ഥലങ്ങളിലും ഒന്നും യാതൊരു സ്കോപ്പും അല്ല. ഇപ്പൊ ആസാമിലൊക്കെ തന്നെ ഇത് തന്നെ സംഭവിക്കാനാണ് സാധ്യത. ബംഗാളിലൊക്കെ തന്നെ ഇത് തന്നെ സംഭവിക്കാൻ സാധ്യത. തമിഴ്നാട്ടില് DMKയുടെ ഒപ്പം നിൽക്കുന്നതുകൊണ്ട് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഇത്തരത്തിലുള്ള ഒരു ഫാക്ടർ കോൺഗ്രസിനുണ്ട്. ആ കോൺഗ്രസിന് അതിനെ മറികടക്കാൻ പറ്റുന്ന നേതാക്കന്മാരില്ല. ഒന്ന് അത് ഇവരുടെയൊക്കെ ജീവിത പശ്ചാത്തലവുമായിട്ടൊക്കെ അതിന് ബന്ധമുണ്ട്. ഇപ്പൊ മമതാ ബാനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെരുവിൽ നിന്ന് പടനയിച്ചു വന്നൊരു നേതാവാണ്. അതായത് ഒരിക്കലും മറ്റേ വായിൽ വെള്ളിക്കരണ്ടിയുമായി ജനിച്ച് ഏതെങ്കിലും അധികാര സ്ഥാനത്ത് വന്ന ഒരാളല്ല. അപ്പൊ അതിന്റെ ഗുണമുണ്ട് അവർക്ക്. അതേസമയം സ്റ്റാലിന് പോലും അത്രയും ഇല്ല. നമ്മൾ തെരഞ്ഞെടുപ്പ് നോക്കിയാൽ കാണാം, സ്റ്റാലിനെ സംബന്ധിച്ച് കരുണാകരന്റെ മകനായി ജനിച്ചാണ് അധികാരം ഒരു ഹെറിഡിറ്ററി പാരമ്പര്യമായി കയ്യിലേക്ക് വന്നു കയറിയതാണ്. അപ്പൊ അതുകൊണ്ട് അതിൻ്റെതായ കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും സ്റ്റാലിനൊക്കെ ആ താഴെ നിന്ന് പഠിച്ച് വളർന്നിട്ടുള്ള ഒരു കാര്യമുണ്ട്. അതിപ്പോ നമുക്കൊരു ഉദയനിധി സ്റ്റാലിൻ്റെ നിന്ന് എത്രത്തോളം എക്സ്പെക്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ ക്യാരക്ടർ മോൾഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇപ്പൊ എങ്ങനെയാണ് K മുരളീധരൻ കേരളത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ടത് നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് അദ്ദേഹം കുറച്ചുകൂടി നല്ല നേതാവായി മാറിയത്. അതേസമയം അതിനു മുമ്പ് അദ്ദേഹത്തെ കിങ്ങിണിക്കുട്ടൻ എന്നൊക്കെ വിളിച്ചുകൊണ്ടിരുന്ന കാലം നമുക്ക് ഓർമ്മയുണ്ട്. ഇപ്പൊ അങ്ങനെ ആരും വിളിക്കാൻ ധൈര്യപ്പെടില്ല. ഇപ്പൊ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങളൊക്കെ വളരെ ഷാർപ്പ് ആൻഡ് പ്രിസൈസ് ആണ്. ഞാൻ പറഞ്ഞത് കേക്കറിനാരും തട്ടിയിലെ സ്റ്റേജ് ജോലിക്ക് നിന്നതാണ്. അപ്പൊ അത്തരത്തിൽ വളരെ താഴെക്കിടയിൽ നിന്ന് വരുന്ന ആളുകൾക്കുള്ള കരുത്ത് പലപ്പോഴും വളരെ കൂടുതൽ ആയിരിക്കും. അല്ലെന്നുണ്ടെങ്കിൽ മറ്റൊരു സെൻസിൽ ഇപ്പൊ VS അച്യുതാനന്ദൻ അതുപോലെയുള്ള ഒരാളാണ്, ഈ പറയുന്ന കേക്കറിനാരൻ അതുപോലെയുള്ള ആളാണ്, അപ്പൊ പിണറായി വിജയനൊക്കെ അതുപോലെയുള്ള ഒരാളാണ്. അപ്പൊ അവർക്കൊക്കെ ഉള്ള കരുത്ത് ഭയങ്കര കൂടുതലായിരിക്കും. അവരുടെ അഗ്രസീവ് നേച്ചർ വ്യത്യാസമായിരിക്കും. രാഹുൽ ഗാന്ധിയൊക്കെ സംബന്ധിച്ചോളം ഇപ്പൊ നമ്മൾ അറിയേണ്ടത് വോട്ട് ചോരി എവിടെ പോയി ഇപ്പൊ നമുക്ക് അറിയില്ല. എന്ന് പറഞ്ഞാൽ വോട്ട് ചോരി എന്ന് പറഞ്ഞിട്ട് ഒരു വെബ്സൈറ്റ് തുടങ്ങുകയും അതിന് ക്യാമ്പയിൻ ഉണ്ടാവുകയും വളരെ മിനിറ്റുകൾക്കും മണിക്കൂറുകൾക്കിടയിൽ തന്നെ 25 ലക്ഷത്തോളം ആളുകൾ വരികയും ആ സമയത്ത് ഇൻസ്റ്റാഗ്രാമിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ വലിയ സർജ് ഫോളോവേഴ്സിൽ രാഹുൽ ഗാന്ധിക്ക് ഉണ്ടാവുകയും അതേസമയം പ്രധാനമന്ത്രിക്ക് ഇല്ലാതിരിക്കുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലേക്ക് വരുമ്പോൾ അതിനനുസരിച്ച് പ്രതിരോധിക്കാൻ കഴിയാത്തതിന് നിരവധി കാരണങ്ങളുണ്ട്. കാരണം ഇപ്പൊ 12 കൊല്ലമായിട്ട് കേന്ദ്രത്തിൽ അധികാരത്തിന് പുറത്താണ്. വളരെ ചുരുക്കം ചില സ്ഥലങ്ങളിൽ 2-3 സ്റ്റേറ്റിൽ മാത്രമേ അധികാരത്തിൽ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അതിൽ നിന്ന് കിട്ടുന്ന പണം ഇതൊക്കെ ആവശ്യമുണ്ട്. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ ഒരു ക്യാരക്ടറും അഗ്രസീവായിട്ടുള്ള നേച്ചറും ഒക്കെ അദ്ദേഹം എനിക്ക് ഇഷ്ടപ്പെട്ട നേതാവാണ്. പക്ഷെ എങ്കിൽ പോലും അത് കൺസിസ്റ്റന്റ് ആയി നിൽക്കുക എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അത് മാത്രമല്ല, നരേന്ദ്രമോദിയും അമിത്ഷായും നേരിടാനായിട്ടുള്ള ഒരു കരുത്ത് അദ്ദേഹത്തിന് ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? അല്ല, അതാണ് ഞാൻ അതിപ്പോ ഒരാൾ ഇവോൾവ് ചെയ്ത് വരുന്നതാണ്. ഇപ്പൊ നമ്മൾ ഏറ്റവും ആദ്യം അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ ജോഡോ യാത്രക്കൊക്കെ ശേഷം അങ്ങനെ പപ്പു എന്ന് വിളിക്കുകയും പരിഹസിക്കുകയും ചെയ്യുന്ന ലെവലിൽ നിന്ന് മാറി വോട്ട് ചോരിയുടെ ആരോപണമൊക്കെ വന്നപ്പോഴത്തേക്ക് കുറച്ചും കൂടി സീരിയസ് ആയിട്ടുള്ള ഒരാളാണെന്ന് മനസ്സിലായി. അപ്പൊ അത്തരത്തിൽ കുറച്ചുകൂടി ടൈം എടുക്കുമായിരിക്കും സത്യം പറഞ്ഞാൽ. ഓക്കെ, അതുപോലെ ഇവോൾവ് ചെയ്തവരെ. ഞാൻ പറഞ്ഞത് മമതാ ബാനർജിയൊക്കെ അല്ലെങ്കിൽ സ്റ്റാലിനെ പോലെ ചെയ്യാത്തതിന്റെ പ്രശ്നമുണ്ട്. കാരണം സത്യത്തില് മമതാ ബാനർജിയുടെയും സ്റ്റാലിനെ പോലെയും ചെയ്യണം എന്നുള്ളത് പോലും ഇല്ല. കാരണം അങ്ങനെ ചെയ്യാൻ പറ്റിയാലും രാഹുൽ ഗാന്ധിക്ക് പിടിച്ചിരിക്കാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിക്ക് ഓരോ സ്റ്റേറ്റിലും വന്ന ഇലക്ഷൻ നയിക്കാൻ കഴിയില്ല. അപ്പൊ ഓരോ ഇലക്ഷൻ നയിക്കാൻ കഴിയുന്ന സ്റ്റേറ്റുകളിലെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നേതാക്കന്മാരെ വാർത്തെടുക്കുന്നതിൽ വലിയ പരാജയമാണ് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ളത്. കാരണം മറ്റേ പഞ്ചാബിൽ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെയാണ് കോൺഗ്രസ് വൈപ്പ് ഔട്ടായി പോയത്?
അവിടെ മറ്റേ ക്യാപ്റ്റൻ അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയിരുന്ന അദ്ദേഹത്തെ വളരെ ജനകീയനായിട്ടുള്ള അദ്ദേഹത്തെ പിടിച്ച് ഒരു സുപ്രഭാതത്തിൽ മാറ്റുകയും നവജോത് സിംഗ് സിദ്ധുവിന്റെ വാക്ക് കേട്ടിട്ട് ചന്നിയെ പിടിച്ച് മുഖ്യമന്ത്രിയാക്കുക. അപ്പൊ അത്തരത്തില് വളരെ തെറ്റായ തീരുമാനങ്ങൾ വളരെ പറയുന്ന പോലെ തെറ്റായ സമയങ്ങളിൽ എടുക്കുന്ന വളരെ കൃത്യമായിട്ടുള്ള പാർട്ടിയാണ്. അതുപോലെ ഇപ്പൊ അശോക് ഗെഹ്ലോട്ടിന് അഖിലേന്ത്യാ പ്രസിഡന്റ് ആക്കാൻ തീരുമാനിച്ചു. 90 MLA രാജിവെക്കുന്നു. എന്തൊക്കെ കയോസായിരുന്നു അവിടെ ഉണ്ടാക്കിയത്. അപ്പൊ ഇതിന്റെയൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസ് ചെയ്യേണ്ട ഒരു കാര്യം, അത് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, പ്രശാന്ത് കിഷോർ ആയിട്ട് കോൺഗ്രസ് ഒരു 3 റൗണ്ട് 4 റൗണ്ട് ചർച്ച നടത്തിയായിരുന്നു. അപ്പൊ അന്ന് നമ്മൾ ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്, അതായത് 1-2 കൊല്ലങ്ങൾക്ക് മുമ്പാണ്. ആ കൊല്ലങ്ങൾക്ക് മുമ്പ് പ്രശാന്ത് കിഷോർ ചർച്ച നടത്തുമ്പോൾ പ്രശാന്ത് കിഷോർ പറഞ്ഞത് ഒരു 10 ഇയേഴ്സിന്റെ റിവൈവൽ പ്ലാനാണ് കോൺഗ്രസിന് വേണ്ടി. അത് പാർട്ടി സംഘടനാ സ്ട്രക്ചർ മാറ്റണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കുറച്ചുകൂടി ഒരു സെമി കേഡറെങ്കിലും ഒക്കെ മാറ്റണം. രണ്ടാമത്തേന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് സംഘടനാകാരി ജനറൽ സെക്രട്ടറി ആകുമെന്നൊക്കെ നമ്മൾ കേട്ടിരുന്നു പ്രശാന്ത് കിഷോർ ആ സമയത്ത്. ഞാനൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത് അത്തരത്തിലുള്ള ഒരു റിവൈവൽ പ്ലാൻ, ലോങ് ടൈമിലേക്കുള്ള ഒരു പ്ലാനും അറ്റ് ദ സെയിം ടൈം ഷോർട്ട് ടൈം ഗോളുകളും കൃത്യമായിട്ട് സെറ്റ് ചെയ്യാൻ കോൺഗ്രസിന് കഴിയണം. അതൊരിക്കലും കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ഇപ്പൊ ഗോവയിൽ തന്നെ കോൺഗ്രസിന് ഭൂരിപക്ഷം കിട്ടുന്ന ഒരു തെരഞ്ഞെടുപ്പിൽ, അധികാരത്തിലേക്ക് എത്താമെന്ന തെരഞ്ഞെടുപ്പിൽ ഹൈക്കമാൻഡ് പ്രതിനിധികൾ അവിടെ വളരെ പുച്ചൊക്കെ എഴുന്നേറ്റ് പല്ലൊക്കെ തേച്ച് പതുക്കെ അവിടെ ചെന്നപ്പോഴേക്കും BJP എല്ലാവരെയും രാജിക്കൊണ്ട് പോയി. അപ്പൊ ഈ പറയുന്ന, അതാണ് ഞാൻ പറഞ്ഞത്, മമതാ ബാനർജിയോ DMK അടുത്ത് സ്റ്റാലിന് പിന്നെ അത്ര വലിയ ഭീഷണിയില്ല BJP. കാരണം സ്റ്റാലിനെ BJP എന്തൊക്കെ പഠിച്ചു കൊണ്ട് 18 നോക്കിയിട്ട് 10-11% വോട്ടേ മേടിക്കാൻ പറ്റുള്ളൂ. അതിനപ്പുറത്തേക്ക് പോകാൻ പറ്റില്ല. സ്റ്റാലിൻ പക്ഷെ വലിയ തോതിലുള്ള ഫേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ സ്റ്റാലിനുള്ള ഏറ്റവും വലിയ ഗുണം അവിടുത്തെ ഒരു കൾച്ചർ കൂടിയാണ്, ഒരു ദ്രവീഡിയൻ കൾച്ചർ എതിരാണ് BJP എന്ന് പറയുന്ന ഒരു നരേറ്റീവ് അവിടെ സ്റ്റാലിൻ കൃത്യമായിട്ട് ബിൽഡ് ചെയ്യുന്നുണ്ട് വെച്ചിട്ടുണ്ട്. അപ്പൊ അത് ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പൊ വിജയ് അടക്കമുള്ള പാർട്ടികൾ ഉയർന്നു വന്നപ്പോഴും അവര് ഐഡിയോളജിക്കൽ ബേസിൽ ഞാൻ എതിരാണ് BJPക്ക് എന്ന് പറഞ്ഞത് വലിയ ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പൊ അത്തരത്തിലുള്ള ഒരു ഗുണമുണ്ട്. അതേസമയം നിങ്ങൾ അറിയേണ്ടത് കർണാടകത്തിലെ മറ്റേ വെസ്റ്റ് ബംഗാളിലല്ല സ്ഥിതി. കാരണം മുഖ്യ പ്രതിപക്ഷം BJP ആണ്. അപ്പൊ BJP സ്വക്കൊല പണിയും എടുത്തുകൊണ്ട് ജയിക്കാൻ പരിശ്രമിക്കുന്നില്ല. ആ പരിശ്രമിക്കുന്നതിനെ എങ്ങനെ നേരിടണം എന്നുള്ളത് നേരത്തെ പറഞ്ഞാൽ അവരുടെ എല്ലാം ഉണ്ട്. മണിയുണ്ട്, മസിൽ പവർ ഉണ്ട്, അധികാരമുണ്ട്, ഈ പറയുന്ന പോലെ അതിനുള്ള തന്ത്രങ്ങളുണ്ട്. അങ്ങനെ എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോവും. ഞാനിപ്പോ ഇവിടെ പറയുന്നില്ല അതൊന്നും. ഇപ്പൊ കേരളത്തിലേക്ക് പോലും PV അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് പറയുമ്പോൾ ഒരു 15-20 പേരുടെ ടീമിനെ അവര് കൽക്കട്ടയിൽ നിന്ന് അയക്കുകയും ഇവിടെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായി പഠിക്കുകയും ആഴ്ചകളിൽ കൃത്യമായി റിപ്പോർട്ട് കൊടുക്കുകയും ചെയ്തു. ആ ടീമിന് വേണ്ടി കോടിക്കണക്കിന് രൂപയാണ് ഒരു മാസം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത്. മനസ്സിലായി എന്ന് പറഞ്ഞാൽ ഫുൾ ടൈം അതിന്റെ ആളുകൾക്ക് മുഴുവൻ ഒരു കാറ്, അതായത് ടാക്സി കൊടുത്തേക്കാണ്. അതായത് ഇപ്പൊ നമ്മളെ കാണാൻ വേണ്ടി ഒരു വരികയാണെങ്കിൽ ഇനിയിപ്പോ രാവിലെ വന്ന് വൈകുന്നേരം പോകണമെങ്കിൽ വൈകുന്നേരം വരെ ടാക്സി വെയിറ്റ് അല്ല. പക്ഷേ അവർക്ക് അറിയാവുന്നില്ല ഈ തൃണമൂലിന് കേരളത്തിൽ ഒരു സ്വാധീനം ഉണ്ടാക്കാൻ കഴിയില്ല. അല്ല, തൃണമൂൽ കോൺഗ്രസ് ഒരു ഘട്ടത്തില് അവർ മറ്റു പല സ്ഥലങ്ങളിലേക്ക്, ഇപ്പൊ വെസ്റ്റ് ബംഗാൾ ഒഴികെ കഴിഞ്ഞിട്ടുള്ള മറ്റു പല സ്ഥലങ്ങളിലേക്ക്, ബീഹാർ അടക്കം മറ്റു പല സ്റ്റേറ്റുകളിലേക്ക് അവർ പടരാൻ വേണ്ടി ശ്രമിച്ചിരുന്നു. അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് വരുമ്പോൾ അവർക്കറിയാം ബംഗാളിൽ നിന്ന് തന്നെ ഒരു വലിയ സൈസബിൾ നമ്പർ ഓഫ് MP അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അങ്ങനെ പറ്റുമ്പോ വേറെ ഏതെങ്കിലും 1-2 സ്റ്റേറ്റിൽ നിന്ന് കൂടി ഒരു 4-5 എണ്ണം കൂടി പെറുക്കിയെടുക്കാൻ പറ്റിയ പോലും വലിയ ഗുണം അവർക്ക് ആകും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവര് പല സ്റ്റേറ്റുകളിലും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഈവൻ പ്രശാന്ത് കിഷോറൊക്കെ ആയിട്ട് അവര് മറ്റു പല സ്റ്റേറ്റുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കുന്നതിനെ കുറിച്ച് ആ സമയത്ത് ചർച്ച നടത്തിയിരുന്നു. അതിനുവേണ്ടി കോടികൾ അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരുന്നു. ഇപ്പൊ ഇവിടെ പോലും 15-20 പേരുടെ ടീം എന്നൊക്കെ പറഞ്ഞാൽ അവരെ IIT റിക്രൂട്ട് ചെയ്തിട്ടുള്ള ആളുകൾ ഐപാക്കിന്റെയാണ് വന്നേക്കുന്നത്. ഓക്കെ, അവരുടെയൊക്കെ കഴിവൊക്കെ എത്രത്തോളം ഉണ്ടെന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള ഇഷ്യൂ ആണ്. കാരണം നിരവധി തവണ എന്നെ കണ്ട് റിപ്പോർട്ട് എടുത്തിട്ടാണ് അവർ പോയേക്കണത് എന്ന് പറഞ്ഞാൽ പല ഡാറ്റാസും കേരളത്തെ കുറിച്ച്, എറണാകുളം ജില്ലയെ കുറിച്ച് പഠിച്ച പോലും അവർക്ക് 2020 കുറിച്ച് അറിയില്ലേ. ഞാൻ പറഞ്ഞിട്ടാണ് 2020 IIT പാസ് ഔട്ട്സിന്. കാരണം എന്ന് വെച്ചാൽ അവരത്രേ ഉള്ളൂ. നമ്മളിപ്പോ പാസ് ഔട്ടൊക്കെ ആയി ഡിഗ്രി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇന്നലെ IAS കാര്യം പറഞ്ഞ പോലെ ഇത്രയൊക്കെ ഉള്ളു. അപ്പൊ അവര് മിസ് ചെയ്ത് പോയതാണ്. കാരണം എന്ന് വെച്ചാൽ അവര് പറഞ്ഞത് ഒറ്റക്കൊരു പാർട്ടിക്ക് കേരളത്തിൽ നിലനിൽക്കാൻ പറ്റില്ല എന്നെ അടുത്ത് ചർച്ച ചെയ്തപ്പോഴാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ നിലനിൽക്കാൻ പറ്റും, അതിനുള്ള ഒരു സാധ്യത ഇവിടെ ഉണ്ട്. പക്ഷെ അത് കുറച്ച് ടൈം എടുക്കുമായിരിക്കും, പിന്നെ കുറെ കൂടി ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പൊ അതുകൊണ്ട് എന്നെ വിളിക്കുകയും നിരന്തരമായി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഈ തെരഞ്ഞെടുപ്പിന് എന്നെ അങ്ങോട്ട് ഇൻവൈറ്റ് ചെയ്തതാണ്. കൽക്കട്ടയിലേക്ക് ബംഗാളിലേക്ക് വരണം എന്ന് പറഞ്ഞാണ്. അപ്പൊ ഞാൻ പക്ഷേ നമുക്കിപ്പോ ഇവിടെ കൂടി തെരഞ്ഞെടുപ്പ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ബംഗാളിൽ പോയി എന്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ബേസിക്കലി അത്തരത്തിൽ അവര് എല്ലാ കാര്യങ്ങളും വളരെ സിസ്റ്റമാറ്റിക്കായി പ്രിസൈസ് ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. പിന്നെ അവിടേക്ക് ഒരു ഗുണവും കൂടി ഉണ്ട്. അതെന്താ വെച്ചാൽ മമതാ ബാനർജി പറഞ്ഞ അതിനപ്പുറത്തേക്ക് പിന്നെ ഒരു ഇല പോലും അനങ്ങില്ല. ഇവിടെ അങ്ങനെയല്ല.
ഇവിടെ കാര്യം ശരിയാണ്, രാഹുൽ ഗാന്ധിയുടെ അവസാന വാക്ക് അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടിരുന്നൊക്കെ അറിയാം. പക്ഷെ എങ്കിൽ പോലും കോൺഗ്രസ് അഭിപ്രായമുണ്ട്, ആ സ്പേസ് കൊടുക്കും. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ശശി തരൂർ വേറെ ഏതെങ്കിലും പാർട്ടിയിലാണെങ്കിൽ എന്നേ പുറത്താക്കപ്പെടുമായിരുന്നു. അപ്പൊ അത്തരത്തിൽ പലപ്പോഴും തരൂരോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളോ ഒക്കെ ഒരു ഈ പറയുന്ന പോലെ വിമതന്മാർക്ക് കൂടി ഒരു സ്പേസ് എപ്പോഴും ആ പാർട്ടിയിൽ ഉണ്ട്. പക്ഷെ അങ്ങനെ ഒരു താങ്കൾ പറഞ്ഞതിൽ ഏറ്റവും പെർട്ടന്റ് ആയിട്ടുള്ള ചോദ്യം എന്ന് പറയുന്നത്, അങ്ങനെ ഒരു പാർട്ടിയായി നിന്നുകൊണ്ട് കോൺഗ്രസ് എങ്ങനെ BJPക്കെതിരെ ഫൈറ്റ് ചെയ്യുമെന്നാണ്. സത്യത്തിൽ ഞാൻ പറയുന്നത് കഴിഞ്ഞ തവണത്തെ വിജയം പോലും എന്റെ വിശ്വാസത്തിൽ അത് കോൺഗ്രസിന് ഉണ്ടായിട്ടുള്ള വിജയമല്ല. ഒന്ന്, കോൺഗ്രസ് സ്ട്രാറ്റജിക്കലി കുറച്ച് സീറ്റുകളിൽ മത്സരിച്ചാൽ മതി. അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കുറവ് സീറ്റുകളിലാണ് കഴിഞ്ഞ ലോക്സഭയിൽ മത്സരിച്ചത്. ഞാൻ ലോക്സഭ ഇലക്ഷൻ കൃത്യമായിട്ട് പ്രിഡിക്ട് ചെയ്ത ഒരാളാണ് കേട്ടോ, കൃത്യമായിട്ട് പ്രിഡിക്ട് ചെയ്ത ഒരാളാണ്. ഇപ്പോഴും ക്രൈം ഓൺലൈനിൽ ഞാൻ ലോക്സഭ ഇലക്ഷൻ നടക്കുന്നതിന് മുമ്പ് 1.5 മാസം കൂടുതൽ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞത് അത് പ്രിഡിക്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം കോൺഗ്രസിന് സീറ്റ് കൂടും. പക്ഷെ ആ സീറ്റ് കൂടി എന്തുകൊണ്ടാണ്? യഥാർത്ഥത്തിൽ അല്ല, അത് മാത്രമല്ല ഈ പറയുന്ന അവരുടെയൊക്കെ ഒരു പെർസെന്റേജ് ഉണ്ട്. അത് കൂടാതെ അന്ന് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷമായി മാറിയത് ഇന്ത്യയിൽ വലിയ റീച്ചുള്ള വലിയ യൂട്യൂബേഴ്സാണ്. മനസ്സിലായി? ഞാൻ ഇപ്പൊ ധ്രുവറാത്രി മുതൽ ഇപ്പൊ ലവീഷ് കുമാർ പോലെയുള്ള ആളുകൾ വലിയ പ്രതിപക്ഷമായി മാറി. യഥാർത്ഥത്തിൽ BJP ഒക്കെ തന്നെ അവരുടെ പല ചോദ്യങ്ങൾക്കും മറുപടി പറയേണ്ട അവസ്ഥയിലേക്ക് എത്തി. കാരണം എന്താണെന്നറിയോ? ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഇലക്ട്രൽ ബോണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇന്ത്യയിൽ ഒരു മീഡിയയും കൊള്ളയായിട്ടുള്ള ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് ഒരു വരി പോലും പറഞ്ഞില്ല. സീരിയസ്ലി പറഞ്ഞില്ല. പക്ഷേ താങ്കൾ പറയുന്ന വയറ് പോലെയുള്ള അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അതുപോലെയുള്ള, ഞാൻ എല്ലാവരുടെയും പേര് കിൻഡ് പോലെയുള്ള മിന്റ് പോലെയുള്ള നിരവധി സ്ഥാപനങ്ങളാണ് ഇത് കൃത്യമായി അനലൈസ് ചെയ്യുകയും പഠിക്കുകയും പുറത്തേക്ക് വിടുകയും ചെയ്തത്. അപ്പൊ അത് ഉയർത്തി കാണിച്ചുകൊണ്ട് അതിഗംഭീരമായിട്ടുള്ള വീഡിയോകൾ ഉണ്ടാവുകയും മോദി ഡിക്റ്റേറ്റർ ആണെന്ന് പറയുകയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾക്ക് ഇന്ത്യയിൽ വലിയ പ്രചാരമേറി വന്നു. യഥാർത്ഥത്തിൽ അവരാണ് പ്രതിപക്ഷമായി വർക്ക് ചെയ്തതെന്ന് പറഞ്ഞ് എനിക്ക് ഇവിടെ മറുനാടനിലാണ് ആ സമയത്ത് ഞാൻ വീഡിയോ. പക്ഷെ ഇപ്പോൾ അവരുടെയൊക്കെ ശക്തി ക്ഷയിച്ചു എന്ന് തോന്നുന്നില്ല. ആ ഒരു രീതിയിൽ ഇപ്പോ ജനങ്ങൾ അതിനെ ഏറ്റെടുക്കുന്നില്ല. അല്ല, അവരെ ഏറ്റെടുക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത് ഇപ്പോൾ തെരഞ്ഞെടുപ്പിന്റെ ഒരു സമയമാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഹൈപ്പ് ഒരിക്കലും എന്ത് ചെയ്യൂല. അല്ല, ഒരു പ്രതിപക്ഷം പക്ഷേ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് മാത്രമല്ലല്ലോ, എല്ലാ കാലത്തും പ്രതിപക്ഷത്തിന് ആ റോളുകൾ ഏറ്റെടുക്കാൻ പറ്റിയിട്ടില്ലെന്നേ. നിങ്ങൾ അറിയേണ്ടത്, നമ്മൾ ഇപ്പൊ ഇന്ത്യയിലെ ഒരു സിറ്റുവേഷൻ തന്നെ നോക്കിയാൽ, ഇപ്പൊ അടിയന്തരാവസ്ഥക്കെതിരെ സമരം ചെയ്തപ്പോൾ എന്താണ് സംഭവിച്ചത്? ജയപ്രകാശ് നാരായണന്റെ നേതൃത്വത്തിൽ 26 വയസ്സുള്ള ലല്ലു പ്രസാദ് യാദവ് എന്ന് അദ്ദേഹത്തെ വിളിക്കുകയും അദ്ദേഹം സമരത്തിന്റെ മുന്നിൽ നിൽക്കുകയും സമരം വലിയ വിജയമാവുകയും ചെയ്തതാണ്. നിങ്ങൾ അറിയേണ്ടത്, ഈ കഴിഞ്ഞ ഒരു 2-3 പതിറ്റാണ്ടുകളായിട്ട് ഏതെങ്കിലും ഒരു സമരം പ്രതിപക്ഷം ചെയ്ത് വിജയിച്ചിട്ടുണ്ടോ? എന്നാൽ അതേസമയം സമരം ചെയ്താൽ വിജയിക്കില്ലെന്നില്ല. കാരണം കാർഷിക ബില്ലുമായിട്ടുള്ള സമരത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗവൺമെന്റ് ഒന്ന് ആലോചിച്ച് നോക്കണം. മോദിയുടെ പോലെ 303 സീറ്റുകൾ സ്വന്തമായിട്ടുള്ള BJP, അവർക്ക് മറ്റേ 300-350 സീറ്റുകൾ NDAക്കുള്ള വലിയ കൊട്ടറപ്പുള്ള ഒരു സംവിധാനം, ആ സംവിധാനത്തിന് മൂക്കൂത്തി വീഴേണ്ടി വന്നു. അതായത് പരിപൂർണമായും എന്ത് ചെയ്തു? അപ്പോ പിന്നോട്ട് ഒരു അഡ്ജസ്റ്റ്മെന്റ് അല്ല. അതിനൊക്കെ 10-200 ദിവസങ്ങളിലധികം സമരം ചെയ്തു, കുറെ പേര് മരിച്ചുപോയി, ഇതൊക്കെ ശരി തന്നെ. പക്ഷെ അത്തരത്തിലുള്ള സമരത്താണ്. ഇനി ആ സമരത്തിന് മുമ്പിലേക്ക് വരാൻ ആ സമരക്കാരും തന്നെ പ്രതിപക്ഷത്തെ സമ്മതിച്ചില്ല. ഒരു പാർട്ടികളെ പോലും കൂടിയില്ല. അപ്പൊ അത് എന്തുകൊണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള സമരങ്ങൾ, അത്തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തുനിന്നുള്ള എതിർപ്പുകൾ, അതൊക്കെ തന്നെ ഇന്ത്യയിൽ ഉണ്ടാകുന്നുണ്ട്. അത്തരത്തിലുള്ള ഒരു മൊബിലൈസേഷൻ ആണ് കഴിഞ്ഞ തവണ കോൺഗ്രസിന് ഗുണമായത്. ഒന്ന്. രണ്ടാമത്തേത് താങ്കൾ പറഞ്ഞ പോലെ കൂട്ടത്തിലുള്ള ആളുകളുടെ അഡ്വാൻറ്റേജ് ഉണ്ട്. മൂന്നാമത്തേതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഗ്രസ് വളരെ തന്ത്രപരമായ ചില തീരുമാനങ്ങൾ എടുത്തു. അതായത് അവരുടെ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ സീറ്റിൽ മത്സരിച്ചാൽ മതിയെന്നും ആ കുറഞ്ഞ സീറ്റുകളിലേക്ക് ഫോക്കസ് ചെയ്തു. അപ്പൊ ഇത്തരം കാര്യങ്ങൾ കൊണ്ടിട്ടാണ് വലിയ ഗുണമുണ്ടായത്. ആ ഗുണത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. 20% സീറ്റുകൾ എവിടെ നിന്നാണ്? കേരളത്തിൽ നിന്നാണ്. ഉണ്ടായിട്ട് പോലും ആ സമയം കർണാടകത്തിൽ നിന്ന് പോലും പ്രതീക്ഷിച്ചത്ര സീറ്റ് കിട്ടിയില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കലി ഈ സംഘടനാപരമായിട്ടുള്ള പാളിച്ചകളുണ്ട്. ആ സംഘടനാപരമായിട്ടുള്ള പാളിച്ചകളെ അതുകൊണ്ട് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ BJP കോൺഗ്രസിനെ ഭയക്കുന്നില്ല. BJP ഭയക്കുന്നത് ഇപ്പൊ മമതാ ബാനർജി ഇനി മറ്റു സ്റ്റേറ്റുകളിലേക്ക് കടന്നു കയറിയാൽ ഒരു വലിയ ഭയം ഉണ്ടാവും. ആം ആദ്മി പാർട്ടി കടന്നു കയറിയാൽ എന്ത് ചെയ്യും? വലിയ പ്രശ്നം ഉണ്ടാവും. അപ്പൊ അത് മമതാ ബാനർജി കടന്നു കയറാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് നടക്കാൻ കുറവ് സാധ്യതയുള്ളൂ. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ പോലൊരാളെ വേറൊരു സംസ്ഥാനത്ത് കണ്ടെത്തണം, അല്ലെങ്കിൽ അവരുടെ പകുതിയിലുള്ള ഒരാളെ വേറെ സംസ്ഥാനത്ത് കണ്ടെത്തണം. ഈ മിഷൻ എന്താണെങ്കിലും ദ മാൻ ബിഹൈൻഡ് ദ മിഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. ഒരാൾ ആരാണോ അതിന്റെ പുറകിൽ എന്ന് പറയുന്ന ആൾക്ക് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. മനസ്സിലായി? ഇപ്പൊ സുന്ദർ പിച്ചെ എന്ന് പറയുന്ന ഒരാള്, നിങ്ങൾ അറിയേണ്ടത്, അദ്ദേഹം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, ഗൂഗിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹം ശരിക്കും ട്വിറ്ററിലേക്ക് പോകാൻ വേണ്ടി അന്ന് ആലോചിച്ചൊരു ആളാണ്.
അപ്പൊ അന്ന് ആലോചിക്കുമ്പോൾ 300 കോടി രൂപ അദ്ദേഹത്തെ എടുക്കുമ്പോൾ ശമ്പളമുണ്ട് പെറാനം. അത് 2480 കോടിയേക്ക് 2 കൊല്ലം കൊണ്ട് ഉയർത്തി. അതെന്താന്ന് വെച്ചാൽ ആ ആൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ളതുകൊണ്ടാണ്. നമ്മുടെ കേരളത്തിലുള്ള പല ബിസിനസ്സുകാരും മനസ്സിലാക്കാത്ത അങ്ങനെ ഇമ്പോർട്ടൻസ് ഇല്ലായ്മ എന്ന് വിചാരിക്കണേ. അതുകൊണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുത്തിന് 5 ലക്ഷം രൂപ കൊടുക്കണമെങ്കിൽ അവർ വിചാരിക്കും 3 ലക്ഷം രൂപ കിട്ടണ ആരെങ്കിലും കിട്ടിയിട്ട് ആ പരിപാടി നടത്താൻ പറ്റുമെന്ന്. നേരെ തിരിച്ചാണ്. നമ്മൾ അവര് 10 ലക്ഷം കൊടുത്തിട്ടാണെങ്കിലും അവരെ പിടിച്ച് നിർത്തണം. കാരണം എന്താ, അവരെ 5 കോടി രൂപ ഉണ്ടാക്കുന്നുണ്ട്, പിന്നെ 10 ലക്ഷം കൊടുത്താലും കുഴപ്പമില്ല. അപ്പൊ അത്തരത്തില് ഇപ്പൊ സുന്ദരരാജൻ പിച്ചയെ പോലെയുള്ള ആളുകൾക്ക് അദ്ദേഹം 5000 കോടി രൂപ ഇന്ത്യയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നു പറയാൻ തീരുമാനങ്ങൾ എടുക്കാനുള്ള പവർ കൊടുക്കുകയാണ്. കാരണം അതിന്റെ അൾട്ടിമേറ്റ് ഉത്തരവാദിത്തം അവരേക്കും. ഈ രാഷ്ട്രീയത്തിലുമൊക്കെ തന്നെ നമ്മൾ അറിയേണ്ടത് ഈ ലോക്കലായിട്ടുള്ള ലീഡേഴ്സിനെ ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ആണ്. മനസ്സിലായി? ഇപ്പൊ മലപ്പുറത്ത് നമുക്കറിയാലോ ആര്യാടൻ മുഹമ്മദ് എങ്ങനെയായിരുന്നു അവിടുത്തെ ഒരു നേതാവ് എന്ന് ചോദിച്ചാൽ അവിടുത്തെ കോൺഗ്രസിന്റെ ഫേസ് ആണ്. മനസ്സിലായി? കണ്ണൂരിൽ കോൺഗ്രസ് പിടിച്ചിരിക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ കെ സുധാകരൻ ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ അതേപോലെ ഇന്നിപ്പോ കോൺഗ്രസിന് ബൂത്ത് കമ്മിറ്റികൾ പോലും ഇല്ല. അല്ല, അതേപോലെ തന്നെ ജില്ലകളിൽ നേതാക്കന്മാരുണ്ടാവുകയും അതിനോടനുബന്ധിച്ച് മിടുക്കരായിട്ടുള്ള നേതാക്കന്മാര് ഓരോ സംസ്ഥാനത്ത് ഉണ്ടാവുകയും ചെയ്താൽ അവിടെ നിലനിൽക്കും. അവര് എമർജ് ചെയ്ത് വരുമ്പോൾ വേണം കേട്ടോ. നമ്മൾ രാവിലെ എഴുന്നേറ്റ് ഹോമം നടത്തി ഒന്ന് 10 പേരെ ഉണ്ടാക്കാൻ കഴിയില്ല. ഇപ്പൊ BJP തന്നെ പറ്റുന്നില്ലല്ലോ. കേരളത്തിൽ അങ്ങനെ കരിസ്മയുള്ള നേതാവിനെ BJP ഉയർത്താൻ കഴിയുന്നില്ല. BJP ഇപ്പൊ കർണാടകത്തിൽ BJP എന്താ പറയപ്പെടുന്നത്? ഒരു BJPയുടെ സെറ്റപ്പേ അല്ല അവിടുത്തെ BJP. ഇന്ത്യയിൽ മറ്റൊരു സ്റ്റേറ്റുള്ള BJPയുടെ സെറ്റപ്പ് അല്ല. കാരണം കേന്ദ്ര നേതൃത്വത്തിനൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. യെദ്യൂരപ്പ കഴിഞ്ഞാൽ പിന്നോട് വേറെ നേതാവ് ഇല്ല. അതേസമയം DK ശിവകുമാർ അവിടെ എക്കാലത്തും കോൺഗ്രസിന് വിശ്വസിക്കാവുന്ന ഒരു നേതാവ്. പിന്നെ കോൺഗ്രസിന് പറ്റിയുള്ള ഒരു മിസ്റ്റേക്ക് കൂടിയുണ്ട്. അതിപ്പോ അവരുടെയൊക്കെ പ്രശ്നങ്ങളും BJPയുടെ സമ്മർദ്ദം ഒക്കെ ഉണ്ടാവും. നമ്മൾ തെറ്റു പറയണല്ല. പക്ഷെ എങ്കിൽ പോലും ഇത്തരത്തിലുള്ള കരുത്തരായ നേതാക്കന്മാരെ പിടിച്ചു നിർത്താനും പലപ്പോഴും കോൺഗ്രസിന് കഴിയുന്നില്ല. കേസുധാകരനാണെങ്കിലും ഇപ്പൊ മാധവ് റാവു സിന്ധ്യ ആണെങ്കിലും നമ്മുടെ ഇന്റർനാഷണൽ പൊളിറ്റിക്സിലാണെങ്കിലും ഇപ്പൊ കപിൽ സിബൽ ആണെങ്കിലും അത്തരത്തിലുള്ള ഗുലാം നബി ആസാദ് ആണെങ്കിലും ഇത്തരത്തിലുള്ള ആളുകളെ പലരെയും അവരെ കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാനും എന്ത് ചെയ്യുന്നില്ല, കഴിയുന്നില്ല. ഇപ്പൊ ശശി തരൂര് പോലും യഥാർത്ഥത്തിൽ അദ്ദേഹത്തെ പലപ്പോഴും ഉപയോഗപ്പെടുത്താൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇന്ത്യയിലെ ഏത് മെട്രോ നഗരങ്ങളിൽ വന്നും അദ്ദേഹം പ്രസംഗിക്കുന്നതിന് ഒരു 3 ലക്ഷം രൂപ 5 ലക്ഷം രൂപ കൊടുക്കണം. 2 മണിക്കൂർ 1 മണിക്കൂറൊക്കെ. ഈ 5 ലക്ഷം രൂപ കൊടുക്കുന്ന ആളെ ഫ്രീ ആയിട്ട് കിട്ടും ആർക്ക്? കോൺഗ്രസിന്. മനസ്സിലായോ? അശ്വമേധം നടത്തുന്ന പ്രദീപിനെ CPM ഫ്രീ ആയിട്ട് കിട്ടും. അല്ലാതെ ബാക്കിയല്ല എവിടെ പോയാലും അവന് കാശ് കൊടുക്കണം പ്രസംഗിക്കാൻ. അപ്പൊ അത്തരത്തിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന ആളുകൾ ഉപയോഗപ്പെടുത്തണം. ടെലിഫോണിലൂടെ ഒരു അഡ്വൈസ് മേടിക്കുന്നതിന് കപിൽ സിബൽ മേടിക്കുന്ന ചാർജ് 15 ലക്ഷം രൂപയാണ്. ആ 15 ലക്ഷം രൂപ മേടിക്കുന്ന ആളെ ഏറ്റവും കുറഞ്ഞത് ഫ്രീ ആയിട്ട് കിട്ടൂലേ? പാർട്ടിയിലെ അകത്ത് തന്നെ നിർത്തണമെന്ന് തീരുമാനിക്കണം. അതേസമയം ഇപ്പൊ അദ്ദേഹം SP-യുടെ രാജ്യസഭ മെമ്പറാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അത്തരത്തിൽ മിടുക്കുള്ള നിരവധി ആളുകളെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് മാത്രമേ ഏതൊരു പാർട്ടിക്കും നിലനിൽക്കാൻ കോൺഗ്രസിന് അത് കഴിയുന്നില്ല. എല്ലാ പാർട്ടിയും തോന്നുന്നുണ്ടോ? ഭാവിയിലൊക്കെ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പരിശ്രമമാണല്ലോ. ഈ പോക്കാണ് പോകുന്നുണ്ടെങ്കിൽ ഭാവിയിലും ഈ പോക്കാണ് പോകുന്നതെങ്കിൽ നടക്കില്ല. ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഒരു കാലത്തും എന്ത് ചെയ്യില്ല, കോൺഗ്രസ് നടക്കില്ല. കാരണം ഈ പോക്ക് പോയാൽ പോരാ. തീർച്ചയായിട്ടും ഇപ്പൊ ജോഡോ യാത്രയൊക്കെ വരികയും അതിനുശേഷം പാർലമെന്റിലേക്ക് ഒരു നേട്ടം ഉണ്ടാവുകയും ചെയ്തതിന് ശേഷം കോൺഗ്രസ് പിന്നെയും താഴേക്ക് പോയി. വോട്ട് ചോരി വന്നതിന് ശേഷം പിന്നെയും ആ ക്യാമ്പയിൻ എവിടെ കൊണ്ട് അവസാനിപ്പിക്കണമെന്ന് അറിഞ്ഞില്ല. ഒരു ക്യാമ്പയിൻ ഒരു ക്യാമ്പയിൻ ഏറ്റെടുക്കുമ്പോൾ ആ ക്യാമ്പയിൻ എങ്ങനെ നടത്തണം, എവിടെ വരെ നടത്തണം, എവിടെ കൊണ്ട് അത് അവസാനിപ്പിക്കണം എന്നുള്ളതിന് വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം. പിന്നെ കോൺഗ്രസിനകത്തുള്ള മിടുക്കന്മാരായിട്ടുള്ള ആളുകളെല്ലാം BJP കാരണം വെച്ചാൽ ഇപ്പൊ ഹിമന്ത ബിശ്വ ശർമ്മ എന്ന് പറയുന്നത് ആരാണ്? കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖരായിട്ടുള്ള നേതാവായിരുന്നു. അദ്ദേഹം പറയുന്നത് അദ്ദേഹം ചെന്നിരിക്കുമ്പോഴത്തേക്ക് പട്ടിക്ക് ബിസ്ക്കറ്റ് കൊടുത്തു, അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൊടുത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ അപ്പുറത്തേക്ക് പോയി കഴിയുമ്പോഴത്തേക്ക് പല കാര്യങ്ങളും പറയും, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. രാഹുൽ ഗാന്ധി അങ്ങനെ ചെയ്തിട്ടുണ്ടാവും എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അത്തരത്തിൽ പ്രതീക്ഷ ഇപ്പോഴും ഇന്ത്യൻ ജനതയ്ക്കുള്ള ഒരു പാർട്ടി കോൺഗ്രസ് ആണ്. അക്കാര്യത്തിൽ സംശയമില്ല. അത് രാഹുൽ ഗാന്ധിയുമാണ്. പക്ഷെ ആ റോളുകളിലേക്ക് അവർക്ക് ഉയരാൻ കഴിയുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ കടുത്ത നിരാശയാണ് കോൺഗ്രസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം ഞാൻ നോക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇവര് ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം. മമതാ ബാനർജി 5 കൊല്ലമായിട്ട് അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് BJPക്ക്. 5 കൊല്ലമായിട്ട്. അതായത് ഐപാക് എന്ന് പറഞ്ഞൊരു ഏജൻസിയെ മുഴുവനായിട്ടും അവിടെ നിർത്തിയേക്കാണ്. അതിനു മുമ്പത്തെ 2021 മുമ്പ് 2 കൊല്ലം അവിടെ ഇവർ വർക്ക് ചെയ്തിരുന്നു. എന്നിട്ട് പ്രശാന്ത് കിഷോറിനോട് വേറെ എങ്ങും പോകരുത്, അവിടെ താമസിക്കണമെന്ന് പറഞ്ഞിരുന്നു. ആ DMKയുടെയും TMCയുടെ ഒരുമിച്ചാണ് പ്രശാന്ത് കിഷോർ ഡീൽ ചെയ്തതെന്ന് ആലോചിക്കണം. എന്നിട്ട് പ്രശാന്ത് കിഷോറിനോട് പക്ഷേ മമത പറഞ്ഞിരുന്ന കാര്യം അവിടെ എന്ത് ചെയ്യണം, 5 ദിവസം വേണമെന്നാണ് ആഴ്ചയിൽ.
അതായത് ഇങ്ങോട്ട് 2 ദിവസം എന്ത് ചെയ്യാൻ പാടുള്ളൂ, പോകാൻ പാടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞത് ബേസിക്കലി അത്തരത്തിലുള്ള പണമിറക്കിയും ശക്തി തെളിയിച്ചും ഒക്കെയുള്ള വലിയ പ്രവർത്തനം ഇന്നത്തെ ഒരു തെരഞ്ഞെടുപ്പിന് ആവശ്യമാണ്. പഴയ പോലെ ആന്റി ഇൻകുംബൻസി കൊണ്ട് ഞങ്ങളങ്ങോട്ട് ജയിച്ചേക്കുമെന്ന് പറഞ്ഞിരുന്നാൽ ജയിക്കില്ല, ഉള്ളതുകൂടി നഷ്ടപ്പെടും. 2021 ഇതേ അംഗമൊക്കെ തന്നെ കേരളം കണ്ടാണ്. അതായത് മറ്റേ മന്ത്രിസഭ ഉപയോഗിച്ചു, IASR ലിസ്റ്റ് ഉപയോഗിച്ചു, ഇരിക്കാനുള്ള ചെയർ പൊട്ടി പോളിഷൊക്കെ ചെയ്തു, ക്ലിഫ് ഹൗസിൽ എന്ത് മാറ്റം വരുത്തണമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ ജനം പറഞ്ഞു തൽക്കാലം എന്ത് ചെയ്യും, പുറത്തു നിൽക്കേണ്ടി വന്നു. അപ്പൊ അതുകൊണ്ട് അത് ഓരോ പാർട്ടികൾക്ക് ഓരോ ദൗർബല്യങ്ങളൊക്കെ ഉണ്ട്. അത് പറഞ്ഞ് നമ്മൾ അവരെ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ ഒന്നുമില്ല. പക്ഷെ പ്രധാനപ്പെട്ട കാര്യം കോൺഗ്രസിന് ഇപ്പോഴും നിങ്ങൾ അറിയേണ്ടത് ഇന്ത്യയിൽ 13 കോടി വോട്ട് ബേസ് ഉള്ള ഒരു പാർട്ടിയാണ്. ഏതാണ്ട് 23 കോടി വോട്ടുണ്ട് അവർക്ക്, BJP. അപ്പൊ ഇന്ത്യയിൽ ആരെങ്കിലും അവരെ എതിർക്കുന്നുണ്ടെങ്കിൽ എതിർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ കഴിയുന്ന പാർട്ടി കോൺഗ്രസ് മാത്രമാണ്. ആണ്. കാരണം വെച്ചാൽ അതിന്റെ ബേസ് ഉണ്ട്, ബാക്കി ബിൽഡ് ചെയ്താൽ മതി.